ഹലോ എവരിവൺ. മെക്ലറിൻ F1 ശേഷം ഗോഡംബറെ ഡിസൈൻ ചെയ്ത് ഇറക്കിയൊരു വണ്ടിയാണ് ഈ കാണുന്നത് T50S എന്ന് പറയുന്നത്. സോ നമുക്ക് അൺകാർഡിൽ നോക്കാം. സോ അൺകാർഡിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സൈഡിൽ ആ ചെറിയ ഡിസൈൻസും ബെൻസിൻ്റെ ആ ഡിസൈനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വീൽസ് നോക്കുമ്പോഴത്തേക്കും ബാക്കിൽ വരുന്നത് ഫ്രണ്ടിൽ ചെറുതാണ്. ഐ എം നോട്ട് എ ബിഗ് ഫാൻ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ്സ് കാണാം. ഹെഡ്ലൈറ്റ്സ് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ വലിയ സ്പ്ലിറ്ററും ഈ കനാഡ്സ് ഒക്കെ തന്നെ കാണുന്നുണ്ട്. ഫ്രണ്ടിൽ ലോഗോ കാണാം. ഇവിടെ ഒരു സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് റിയലി ഗുഡ്. പിന്നെ പെയിൻറ്റ് ജോബും അടിപൊളിയാണ്. നമുക്കൊരു പേൾ എഫക്റ്റാണ് കിട്ടുന്നത്. ഫ്രണ്ട് വിൻഷീൽഡ് നമുക്ക് വൈപ്പർ കാണുന്നുണ്ട്. ടോപ്പിൽ നമുക്ക് ആ റൂഫ് സ്കൂപ്പ് കാണുന്നുണ്ട്. പിന്നെ അതിൽ നേരെ കണക്ട് ചെയ്ത് നമുക്കൊരു വലിയ വിങ്ങും വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എലമെൻറ്റ് കാണാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ വണ്ടിയിൽ ഒരു എക്സോസ് ഫാൻ കണക്ക് വർക്ക് ചെയ്യുന്ന സംഭവമാണ്. പേരുണ്ട്. പിന്നെ നമുക്ക് അടിയിലത്തെ ആ ഡിഫ്യൂസറും ആ വലിയ വിങ്ങും തന്നെ കാണുന്നുണ്ട്. അടിയിൽ കാര്യമായിട്ട് ഡീറ്റെയിലും തന്നെ ഇല്ല. ഈ വണ്ടിയിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇതിനകത്ത് വെട്ടടിച്ച് നോക്കുമ്പോൾ നമുക്കൊരു 3 സീറ്റ് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അത് മെക്ലാറിൻ F1 അങ്ങനെ തന്നെയാണ്. സോ പുള്ളി ആ ഒരു എലമെൻറ്റ് ഈ വണ്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. സോ എങ്ങനെയുണ്ട് ഈ വണ്ടി?